السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ പേര് മുഹമ്മദ് ഷാദിൻ അരീക്കോട്. ഞാൻ SNECയുടെ വടക്കങ്ങര അൻവാറുദ ശരിയ കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. നാം ഏവർക്കും അറിയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം തീർത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം അഥവാ സെന്റിനറിയാണല്ലോ വരും വർഷത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു സമസ്തക്കാരൻ അല്ലെങ്കിൽ ഒരു SNEC സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എന്താണ് സമസ്ത എന്നും സമസ്തയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും അറിയൽ നമ്മുടെ മേൽ അനിവാര്യമാണ്. വിദ്വാത്ത് തീ പോലെ പടരുന്ന വേളയിൽ അതിനെ കെടുത്തിക്കളയുന്ന പവിത്രമായ ജലമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ അചഞ്ചലമായ ചുവടുവയ്പിലൂടെ ഇനി കാണുന്ന എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന SNEC അഥവാ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ വരെ എത്തി നിൽക്കുകയാണ്. 1926 ജൂണിൽ സ്ഥാപിതമായ ഈ മഹത്തായ പണ്ഡിത സംഘടന ഇൻഷാ അല്ലാഹ് വരും വർഷമായ 2026 കാസർഗോഡ് കുനിയയിൽ വെച്ച് ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കുകയാണ്. ഈ ഒരു വേളയിൽ സമസ്ത നടത്തിയ മുന്നേറ്റത്തെ എടുത്തു പറയൽ അനിവാര്യമാണ്. 1920കളിൽ ഉടലെടുത്ത വിദഗ്ധ ആശയങ്ങളെ തുരത്തുവാനായി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹനീയമായ പണ്ഡിത സംഘടന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായി. പിന്നീട് തുടക്ക കാലഘട്ടത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായ മതവിദ്യാഭ്യാസം എന്ന ആശയത്തെ ശാക്തീകരിക്കുവാനായി സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും പിന്നീട് എല്ലാ തരത്തിലുള്ള ദീനി ദഅവ മേഖലകളെ മെച്ചപ്പെടുത്തുന്നതിനായി SKSSF, SYS, SKSBV, സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നിങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ രൂപീകൃതമാവുകയും പ്രവർത്തിച്ചു വരികയുമാണ്. തുടർന്ന് സമസ്തയുടെ വളർച്ച ദേശീയ തലത്തിൽ SNEC അഥവാ സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ എന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ എത്തി നിൽക്കുകയാണ്. വിവിധ മേഖലകളിൽ ചരിത്രം തീർത്ത് 100ന്റെ നിറവിൽ മുന്നേറുന്ന സമസ്തക്കൊപ്പം നമുക്ക് മണിച്ചേരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.